വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ടിലെ ദ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ക്രൗൺ ആൻഡ് ദ പാർലമെൻറ്റ്, ദ സിവിൽ വാർ, കോമൺവെൽത്ത് ഗവൺമെൻറ്. സെക്കൻഡ് സെമ്മിൽ ഈ ഒരു ടോപ്പിക്സ് ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. The struggle between the crown and parliament in Britain was a long and complex one, ultimately resulting in the shift from an absolute monarchy to a constitutional monarchy. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത് ഡിസഗ്രിമെൻറ്റ്സ് ഓവർ ദ പവർ ആൻഡ് അതോറിറ്റി ഓഫ് ദ കിങ് ആൻഡ് ദ റോൾ ഓഫ് പാർലമെൻറ്റ് ഇൻ ഗവേണിംഗ് ദ കിങ്ഡം. The most significant period of conflict was during the 17th century, culminating in the English Civil War. റോയൽ അതോറിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ കിങ്സ് പെർട്ടിക്കുലർലി ഡ്യൂറിങ് ദ സ്റ്റുവേർട്ട് പീരിയഡ് അസേർട്ടഡ് ദ റൈറ്റ് ടു റൂൾ ബൈ ഡിവൈൻ റൈറ്റ്, ബിലീവ് ചെയ്യുന്നുണ്ട് ദേ വർ അക്കൗണ്ടബിൾ ഓൺലി ടു ഗോഡ്. പാർലമെൻ്ററി പവർ, പാർലമെൻ്ററി എന്നുള്ളത് സോട്ട് ടു അസേർട്ട് ഇറ്റ്സ് അതോറിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് ടാക്സേഷൻ. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അധികാരത്തിന് വേണ്ടി അവരുടെ അധികാരം വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം കാര്യത്തിൽ ടാക്സേഷൻ, ലോ മേക്കിംഗ് ആൻഡ് ദ റൈറ്റ് ടു ക്വസ്റ്റ്യൻ ദ കിങ്സ് ഡിസിഷൻ, രാജാവിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ആ ഒരു അവകാശമൊക്കെ അവർ ഫൈൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി ഫിനാൻഷ്യൽ കോൺഫ്ലിക്ട്സ്, കിങ് എന്നുള്ളത് പലപ്പോഴും എന്ത് ചെയ്യും, അവർക്ക് വാറിനൊക്കെ വേണ്ടിയിട്ട് പൈസ വേണ്ടി വരും, അതുപോലെ തന്നെ റോയൽ എക്സ്പെൻസസിനൊക്കെ വേണ്ടിയിട്ട് പൈസ വേണ്ടി വരും. പാർലമെൻറ്റ് എന്നുള്ളത് ഹൗവർ ഇൻസിസ്റ്റഡ് ഓൺ ദ റൈറ്റ് ടു അപ്രൂവ് ടാക്സസ് ആൻഡ് കൺട്രോൾ ദ റോയൽ പേഴ്സ്. Religious and political divisions. Religious differences, particularly between Protestants and Catholics, and political ideologies also played a role in the growing tensions between Crown and the Parliament. The English Civil War, conflict between Charles I and Parliament escalated into the English Civil War, resulting in the King's defeat, execution and the establishment of a Commonwealth. ചാൾസ് ഫസ്റ്റിൻ്റെയും പാർലമെൻറ്റിൻ്റെ ഇടയിലുള്ള കോൺഫ്ലിക്റ്റാണ് ഇംഗ്ലീഷ് സിവിൽ വാറിലേക്ക് എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഇംഗ്ലീഷ് സിവിൽ വാറിൻ്റെ റിസൾട്ടായിട്ട് കിങ്ങിൻ്റെ ഡിഫീറ്റ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സിക്യൂഷൻ, അതുപോലെ തന്നെ കോമൺവെൽത്തിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. The restoration and constitutionalism. After the Commonwealth, the monarchy was restored, but the power of Parliament was significantly strengthened, leading to the development of a constitutional monarchy with the monarch's power limited by Parliament. 1642 1651 ഇടയിലുള്ള കോൺഫ്ലിക്റ്റാണ് ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറയുന്നത്. pitted the forces of Parliament against those of King Charles I and the Royalists. The war was a part of a larger conflict, the Wars of Three Kingdoms, which also involved Scotland and Ireland. The war's main cause were disputes over religious freedom. Religious freedom വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വാർ മെയിൻലി നടന്നിരുന്നത്, അതുപോലെ തന്നെ പവറിന് വേണ്ടിയിട്ടായിരുന്നു. And how the kingdom should be governed. Ultimately, the war resulted in Charles I's execution. 11 years of Republican rule in England and a period of military rule under Oliver Cromwell. ഈ ഒരു വാറിൻ്റെ കാരണം എന്നുള്ളത് ദ കോൺഫ്ലിക്ട് സ്റ്റെമ്മഡ് ഫ്രം ഡീപ്പ് സീറ്റഡ് ഡിസഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ ദ മൊണാർക്കി ആൻഡ് പാർലമെൻറ്റ്. മൊണാർക്കിക്കും പാർലമെൻറ്റിനും ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റാണിത്. റിഗാർഡിംഗ് റിലീജിയസ് ഫ്രീഡം, ദ റോൾ ഓഫ് ദ മൊണാർക്കി ഈസ് ഗവേൺഡ് the role of the monarchic government and the government's power to raise funds. ഇതൊക്കെ ആയിരുന്നു ഈ ഒരു വാറിൻ്റെ കാരണം എന്നുള്ളത്. ഏതൊക്കെയാണ് ഈ ഒരു ഗവൺമെൻറ്റിലുള്ള മൊണാർക്കിൻ്റെ റോളും, അതുപോലെ തന്നെ റിലീജിയസ് ഫ്രീഡത്തിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് റൈസ് ചെയ്യാനുള്ള പവറിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി മേജർ ഇവൻറ്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു വാർ എന്നുള്ളത് ഇൻവോൾവ്ഡ് 3 മേജർ ഫേസസ്. ഫസ്റ്റ് ഇംഗ്ലീഷ് സിവിൽ വാർ, സെക്കൻഡ് ഇംഗ്ലീഷ് സിവിൽ വാർ ആൻഡ് ആംഗ്ലോ സ്കോട്ടിഷ് വാർ. ഇതാണ് ഈ ഒരു 3 മേജർ ഫേസസ് എന്നുള്ളത് ഈ ഒരു വാറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള. ഇനി കീ ഫിഗേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രൊമിനൻറ്റ് ലീഡേഴ്സ് ഇൻക്ലൂഡഡ് കിങ് ചാൾസ് ഫസ്റ്റ്, ഒലിവർ ക്രോംവെൽ ആൻഡ് വാരിയസ് ജനറൽസ് ഓൺ ബോത്ത് സൈഡ്സ്. ഇവരൊക്കെയായിരുന്നു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലീഡേഴ്സ് എന്നുള്ളത്. 1649 മുതൽ 1660 വരെ അയർലൻഡിലും സ്കോട്ട്ലൻഡിലും ഇംഗ്ലണ്ടിലും വെയിൽസിലും ഉണ്ടായിട്ടുള്ള റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ആയിരുന്നു കോമൺവെൽത്ത് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ളത്. ഫോളോയിങ് ദ എക്സിക്യൂഷൻ ഓഫ് ചാൾസ് ഫസ്റ്റ് ആൻഡ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് ഇംഗ്ലീഷ് സിവിൽ വാർ,
ഈ ഒരു കോമൺവെൽത്ത് ഫോളോ ചെയ്യുന്നുള്ളത് എക്സിക്യൂഷൻ ഓഫ് ചാൾസ് ഫസ്റ്റ്, അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്നുണ്ട് കോമൺവെൽത്ത് സെക്കൻഡ് ഇംഗ്ലീഷ് സിവിൽ വാറോട് കൂടി. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ആൻ ആക്ട് ഡിക്ലെയറിംഗ് ഇംഗ്ലണ്ട് ടു ബി എ കോമൺവെൽത്ത്. പവർ വാസ് ഇനീഷ്യലി വെസ്റ്റഡ് ഇൻ പാർലമെൻറ്റ് ആൻഡ് എ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഈ ഒരു പീരീഡ് ഓൾസോ നോൺ ആസ് ഇംഗ്ലീഷ് ഇൻ്റർറഗ്നം എന്ന് അറിയപ്പെടുന്നുണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ഇനീഷ്യൽ ഗവേണൻസ് കോമൺവെൽത്ത് എന്നുള്ളത് വാസ് ഡിക്ലെയർഡ് ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് കിങ് ചാൾസ് ഫസ്റ്റ്. കിങ് ചാൾസ് ഫസ്റ്റിൻ്റെ എക്സിക്യൂഷൻ്റെ ശേഷമായിരുന്നു ഈ ഒരു കോമൺവെൽത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്കിംഗ് എ ഷിഫ്റ്റ് ഫ്രം മൊണാർക്കി ടു എ റിപ്പബ്ലിക്. മൊണാർക്കിൽ നിന്നും റിപ്പബ്ലിക്കിലേക്ക് ഉള്ള ഒരു ഷിഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കാര്യം മാർക്ക് ചെയ്യുന്നുള്ളത്. ദ റംബ് പാർലമെൻറ്റ് വിച്ച് ഹാഡ് ഓവർസീൻ ദ വാർ ഡിക്ലെയർ ചെയ്യുന്നുണ്ട് ദ കോമൺവെൽത്ത് ഇൻ മെയ്. ഇനിഷ്യലി പവർ വാസ് ഷെയർഡ് ബിറ്റ്വീൻ പാർലമെൻറ്റ് ആൻഡ് എ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ഇടയിലാണ് ഈ ഒരു പവർ ഷെയർ ചെയ്യുന്നുള്ളത് ഇനിഷ്യലി, വിത്ത് ദ ആർമി ഓൾസോ പ്ലേയിങ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ. ദ റംബ് പാർലമെൻറ്റ് സ്വെല്ലഡ് ഇൻ മെമ്പർഷിപ്പ് ആൻഡ് ദ ഗവൺമെൻറ് സ്ട്രഗിൾ ടു മെയിൻറ്റെയിൻ അതോറിറ്റി. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, അതോറിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് സപ്പോർട്ട് ഡ്യൂ ടു ഇൻറ്റേർണൽ ഡിവിഷൻസ്. 1653 മുതൽ 1659 വരെയുള്ള സമയത്ത് ആ ഒരു പീരീഡിനെയാണ് ആക്യുറേറ്റ്ലി ടേംഡ് ദ പ്രൊട്ടക്ടറേറ്റ്. ഒലിവർ ക്രോംവെൽ എന്നുള്ളതാണ് എ മിലിറ്ററി ലീഡർ ടു കൺട്രോൾ ആസ് ലോർഡ് പ്രൊട്ടക്ടർ, എഫക്റ്റീവ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എ മിലിറ്ററി ഡിക്റ്റാറ്റർഷിപ്പ്. ക്രോംവെൽസ് റൈസ് ടു പവർ ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ പ്രൊട്ടക്ടറേറ്റ് were seen by many as a return to a form of monarchy. After Cromwell's death, his son Richard Cromwell succeeded him, but he was unable to maintain control and the protectorate collapsed. ദ റിസ്റ്റോറേഷൻ, ദ ആർമി അണ്ടർ ജനറൽ ജോർജ് മോങ്ക് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ടറേറ്റ് ഓവർത്രോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് കോൾഡ് ഫോർ ദ റിസ്റ്റോറേഷൻ ഓഫ് ദ മൊണാർക്കി. ചാൾസ് സെക്കൻഡ് എന്നുള്ളത് 1660 അദ്ദേഹത്തിൻ്റെ ത്രോൺ അദ്ദേഹത്തിന് തിരിച്ച് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം എന്നുള്ളത്, ഈ ഒരു അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുക എന്നുള്ളത് കോമൺവെൽത്തിൻ്റെ എൻഡായിട്ടാണ് മാർക്ക് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സ്റ്റുവർട്ട് റിസ്റ്റോറേഷൻ്റെ സ്റ്റാർട്ടായിട്ടും ആണ് ഈ ഒരു പീരീഡ് കൺസിഡർ ചെയ്യുന്നുള്ളത്, മാർക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.